ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലത്തിൻ്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഏരിയാസിൽ ഒരെണ്ണം, അത് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടും ചോദിക്കാറുണ്ട്, സ്റ്റാറ്റിക് ജിക്കെയുടെ ഭാഗമായിട്ടും ചോദിക്കാറുണ്ട്. അതാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആകെ മൊത്തം 44 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ് ഇന്ത്യയിലുള്ളത്. ഇതിൽ കുറച്ച് സൈറ്റുകൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളെ പറ്റി, യുനെസ്കോയെ പറ്റി, അതിൻ്റെ പ്രാധാന്യത്തിനെ പറ്റി, ഒരു ഇന്ത്യയിൽ എത്ര സൈറ്റുകൾ, അങ്ങനെ ഓവറോൾ ഒരു അവയർനെസ് നിങ്ങൾക്ക് തന്നു. ഒന്ന് രണ്ട് സൈറ്റുകൾ നമ്മൾ പരിചയപ്പെട്ടു. രണ്ടാമത്തെ വീഡിയോയിലും നമ്മൾ കുറച്ച് സൈറ്റുകൾ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട സൈറ്റുകൾ, നിങ്ങൾ ഇതാണ് ആദ്യമായിട്ട് ഈ സീരീസിൽ കാണുന്ന വീഡിയോ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ വീഡിയോ ആദ്യം കാണുക, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളെ പറ്റിയിട്ടുള്ള 2 വീഡിയോ, എന്നിട്ട് ഇതിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ട സൈറ്റുകളാണ് 983 ഈ ലിസ്റ്റിലേക്ക് വന്ന അജന്ത കേവ്സ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് കേട്ടോ അജന്ത. ഇതേപോലെ തന്നെ എല്ലോറ കേവ്സ്. അപ്പോൾ ഓരോ സൈറ്റിനെ പറ്റിയും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും, പണി കഴിപ്പിച്ച ആൾ മുതൽ അതുമായിട്ട് ചോദിക്കുന്ന അതിൻ്റെ ഓരോ യൂണീക്ക് ഫീച്ചേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീണ്ടും പറയട്ടെ, അത് കണ്ടിട്ട് ഇത് കാണുക കേട്ടോ, അപ്പോഴേ ഒരു കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ആഗ്രയിലെ ആഗ്ര ഫോർട്ട് പഠിച്ചു. ആഗ്ര ഫോർട്ടാണ് കേട്ടോ, ആഗ്ര ഫോർട്ട്, അല്ലാതെ എന്തല്ല ഡൽഹിയിലെ റെഡ് ഫോർട്ട് അല്ല. ഇതും ചുവന്ന ഫോർട്ടാണ്, ചെങ്കോട്ടയാണ്, ലാൽ കിലയാണ്, പക്ഷെ ആഗ്രയിലാണ്. ആഗ്രയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സൈറ്റാണ് താജ്മഹൽ. അപ്പോൾ 983 വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ ഈ 4 സൈറ്റുകൾ നമ്മൾ കണ്ടു. 984 അത് ഒഡീഷയിലാണ്, കൊണാർക്കിലെ സൂര്യക്ഷേത്രം, കൊണാർക്ക് സൺ ടെമ്പിൾ. അപ്പോൾ സൂര്യൻ അടിച്ചടിച്ചടിച്ചടിച്ച് പാവം കണ്ടന്റ് മെലാനിൻ കണ്ടന്റ് കൂടി ആളിത്തിരി കറുത്തുപോയി. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന സൺ ടെമ്പിൾ, ഈ ഒരു മോണുമെന്റും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒഡീഷയിലെ പിന്നെ പൂരി ജഗന്നാഥ ക്ഷേത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോകുന്ന അതേ 1984 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ ഒരു സൈറ്റാണ്. അതാണ് മഹാബലിപുരത്തെ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ്. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചത്, അത് മഹാരാഷ്ട്രയാകട്ടെ, ആഗ്രയാകട്ടെ, ഒഡീഷയാകട്ടെ, സൗത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സൈറ്റാണ് തമിഴ്നാട്ടിലെ മഹാബലിപുരത്തുള്ള ഈ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ്. നോക്കൂ, കടലിനോട് ചേർന്ന് കാണുന്ന ക്ഷേത്രം, തമിഴ്നാടിനോട് ചേർന്ന കടൽ ഏതായി കാണുന്നേ, ബേ ഓഫ് ബംഗാളാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ചില മോണുമെന്റ്സ്, ആരാണിത് പണി കഴിപ്പിച്ചത്, എന്താ അതിന്റെ പ്രാധാന്യം, ഇതൊക്കെ നമുക്ക് പഠിക്കാം. മനസ്സിലാക്കുക, സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാക്കന്മാരെ പറ്റി നമ്മൾ ക്ലാസ്സിലെ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ചോള, ചേര, പാണ്ഡ്യ, പല്ലവാസ്, ഇവരെ പറ്റി നമ്മൾ പഠിക്കും. അപ്പോൾ BC കാലഘട്ടത്തിൽ ഈ ചോള, ചേര, പാണ്ഡ്യാസ് തുടങ്ങി. അവർ പിന്നീടൊന്ന് സ്റ്റോപ്പ് ആവുന്നുണ്ട്. AD കാലഘട്ടത്തിൽ വരുന്നുണ്ട്. AD കാലഘട്ടത്തിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട രാജവംശമാണ് പല്ലവ രാജവംശം എന്ന് പറയുന്നു. നോക്കൂ, പല്ലവ രാജവംശം. തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ഇല്ലേ, ആ കാഞ്ചീപുരം ക്യാപിറ്റലായിട്ട് ഭരിച്ച പല്ലവാസ് ഓഫ് കാഞ്ചി എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ചെന്നൈയിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ താഴെ മാറി ഉള്ളൊരു സൈറ്റാണ് മഹാബലിപുരം എന്ന് പറയുന്നത്. കുറച്ച് മണിക്കൂറിൽ യാത്ര ചെയ്താൽ അവിടെ എത്താൻ പറ്റും. ആ മോണുമെന്റ്സ് പണിയിപ്പിച്ചാരാണ്, പല്ലവന്മാരാണ്. അപ്പോൾ കാഞ്ചിയിലെ പല്ലവന്മാരുടെ മോണുമെന്റ്സ് ആണ് മഹാബലിപുരത്തുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നോട്ട് ചെയ്തോളൂ കേട്ടോ, ദ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് അറ്റ് മഹാബലിപുരം. അപ്പോൾ 1-2 ക്ഷേത്രങ്ങൾ മാത്രമല്ല, അവിടെയുള്ള കുറേ മോണുമെന്റ്സ് പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞുതരാം. അതായത് AD 7-8 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ തമിഴ്നാട് ഭരിച്ചിരുന്ന ഒരു ടീം, അവരെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്, പല്ലവന്മാർ, പല്ലവാസ്. അവർ പണി കഴിപ്പിച്ച മോണുമെന്റ് ആണ് മഹാബലിപുരം. അപ്പം നമുക്കൊരു PYQ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ കോറമാൻഡൽ കോസ്റ്റ്. എന്താ കോറമാൻഡൽ കോസ്റ്റ്? നിങ്ങൾ ജോഗ്രഫിയിൽ പഠിക്കുന്ന കോൺസെപ്റ്റ് ആവുന്ന ഓടിച്ച് പറഞ്ഞുതരാം. ഈ ഗുജറാത്ത് മുതൽ ഈ വെസ്റ്റ് ബംഗാൾ വരെ ഇന്ത്യക്ക് കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ. ഇവിടെ നമുക്കറിയാം മലബാർ കോസ്റ്റ്, തൊട്ട് മുകളിൽ കർണാടകയാണ്, കന്നഡ കോസ്റ്റ്, തൊട്ട് മുകളിൽ ഇന്ത്യയിലെ അതിമനോഹരമായ റെയിൽ ഗതാഗതമുള്ള ഏതാണ്, കൊങ്കൺ കോസ്റ്റ്. കിഴക്കോട്ട് വരാം, തമിഴ്നാടിന്റെ ആ ഭാഗം, തമിഴ്നാട്, പിന്നെ കുറച്ച് ആന്ധ്ര, പഴയ മദ്രാസ് ഭാഗം, അതാണ് കോറമാൻഡൽ കോസ്റ്റ്. ആന്ധ്രയുടെ മുകൾ ഭാഗം മുതൽ ഒഡീഷയുടെ ഒരു പകുതി വരെ, അതാണ് നോർത്തേൺ സർക്കാർ. ഒഡീഷയിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് ബംഗാൾ വരെ, അതാണ് ഉത്കൽ കോസ്റ്റ്. ജനഗണമനയിലെ ദ്രാവിഡ, ഉത്കല, ബംഗ എന്ന് പറയില്ലേ, ആ ഉത്കൽ കോസ്റ്റ്. അപ്പോൾ മഹാബലിപുരം എന്ന് പറയുന്നത് നമ്മുടെ കോറമാൻഡൽ കോസ്റ്റിലാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഓടിച്ച് പറഞ്ഞു വിടുന്ന ഒരു സാധനം അല്ല കേട്ടോ, അത് പറ്റുന്നത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഞാൻ പാർട്ട് ബൈ പാർട്ടായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഏത് രാജാക്കന്മാരാ പണി കഴിപ്പിച്ചത്? പല്ലവ രാജാക്കന്മാരാണ്. പല്ലവ രാജാക്കന്മാർ. ക്ലിയർ? ഈ മഹാബലിപുരത്തിന്റെ മറ്റൊരു പേരാണ്
മാമല്ലപുരം, മാമല്ലന്റെ നാട്. വളരെ റെയറായിട്ട് ഇതിനെ 7 പഗോഡാസ് എന്നും വിളിക്കുന്നുണ്ട് കേട്ടോ. ഈ പഗോഡ എന്ന് പറയുമ്പോൾ പിന്നെ ഹിന്ദുമതം, ബുദ്ധമതം ഇതിനകത്തൊക്കെ വരുന്ന പ്രോമിനൻ്റ് ആയിട്ടുള്ള ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ ടോൾ ബിൽഡിങ്സ്, കൾച്ചറൽ റിലവൻസ് ഉള്ള ഇതിനാണ് പഗോഡ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദ ലാൻഡ് ഓഫ് 7 പഗോഡാസ് എന്നത് അറിയപ്പെടുന്നുണ്ട്. മാമല്ലപുരം എന്ന് അറിയപ്പെടുന്നുണ്ട്. മാമല്ലപുരം എന്ന് അറിയപ്പെടാൻ കാരണം ഇവരുടെ ഒരു രാജാവ്, പല്ലവന്മാരുടെ ഒരു രാജാവ് അറിയപ്പെട്ടിരുന്നത് മഹാമല്ലൻ അല്ലെങ്കിൽ മാമല്ലൻ എന്നാണ്. മഹാമല്ലൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ ഗ്രേറ്റ് റെസ്ലർ. 7-ാം നൂറ്റാണ്ടുകാരനായിരുന്ന നരസിംഹവർമ്മനാണ് ഇദ്ദേഹം. അപ്പം നരസിംഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നരസിംഹം ഒരു വ്യക്തിയെ മടിയിൽ കിടത്തി ആ വ്യക്തിയുടെ വയറ് വലിച്ചു കയറുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ വ്യക്തിയുടെ പേര് PYQ ആയിട്ടൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. എന്നാലും അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ആയിട്ട് പറയുക, ആരുടെ വയറാണ്, എന്ത് വധമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി ഒരു മഹാമല്ലനായിരുന്നു വിചാരിച്ചാൽ മതി റെസ്ലിംഗിന്റെ അവസാനം. അപ്പൊ നരസിംഹവർമ്മൻ എന്നോർക്കാം കേട്ടോ. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ നഗരം മഹാബലിപുരം, മാമല്ലപുരം എന്ന് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോണുമെന്റ്സ്, അപ്പോൾ ചെന്നൈയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ പോയിട്ടുണ്ട്. ഒരു വേനൽക്കാലത്താണ് പോയത്. അപ്പോൾ ആ വെയിലിന്റെ എന്താ പറയുക, അത്രയും കാഠിന്യത്തിലും നമ്മൾ ഈ സാധനം കണ്ടിട്ട് വാ വിളിച്ചു നിന്നിട്ടുണ്ട്. കാരണം അതിമനോഹരമായിരുന്നു ഇവിടുത്തെ ഓരോ കാഴ്ചയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഞ്ചരഥാസ് എന്ന് പറയുന്നത്. പഞ്ചരഥങ്ങളെ അവർ പാണ്ഡവരഥങ്ങൾ എന്ന് വിളിക്കും. പഞ്ചപാണ്ഡവന്മാരെന്ന് വിളിക്കില്ലേ, അങ്ങനെ ഓർത്താൽ മതി. പാണ്ഡവരഥങ്ങൾ എന്ന് വിളിക്കും. അതായത് ഈ രഥത്തിന്റെ രൂപത്തിലുള്ള ക്ഷേത്രങ്ങളാണിത്. ടെമ്പിൾസ് ആസ് ചാരിയറ്റ്സ്, രഥത്തിന്റെ രൂപത്തിലുള്ള കുറച്ച് ക്ഷേത്രങ്ങളാണിത്. ഇതുപോലെ നമുക്ക് ചില മണ്ഡപങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കും. അതിനേക്കാൾ വലിയ പ്രത്യേകത ഇതാ, ഇത് കണ്ടോ, ഇത് 2 കല്ലുകൾ കൂടി ചേർന്നിരിക്കുന്ന സാധനമാണ്. ഇങ്ങോട്ടേക്കൊന്നും നമുക്ക് പ്രവേശനമില്ല കേട്ടോ, കുറച്ച് മുന്നിലേക്ക് നമ്മൾ മാറി നിൽക്കണം. ആ ഓപ്പൺ എയറിൽ കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കുറേ രൂപങ്ങളുണ്ട്, കുറേ കഥകളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പിന്നീട് വായിച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? ഇവിടെ പ്രധാനമായിട്ടും 2 കഥകൾ പറയുന്നുണ്ട്. അതിലൊരു കഥയാണ് ദ ഡിസെൻഡ് ഓഫ് ദ ഗാഞ്ചസ്, അതായത് ഗംഗ എങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്നത് എന്ന് പറയുന്ന ഒരു കഥയാണ്. അതുപോലെ മറ്റൊരു കഥയായിട്ട് പറയുന്നത് അർജുനാസ് പെനൻസ്, അർജുനൻ അതികഠിനമായ ഒരു പ്രാർത്ഥന അവിടെ വെച്ച് നടത്തി, വരം നേടാനൊക്കെ ആയിട്ട് നടത്തില്ലേ. അപ്പോൾ അങ്ങനെ കുറേ കഥകൾ പ്രധാനമായിട്ടും ഇവിടെ കുറേ കഥകൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ 2 കഥകളാണ് പറയുന്നത്. അപ്പോൾ അടുത്ത PYQ ആണ് ദ ഡിസെൻഡ് ഓഫ് ദ ഗാഞ്ചസ് അല്ലെങ്കിൽ അർജുനാസ് പെനൻസ്. ഇത് ഏത് രാജവംശമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് പല്ലവന്മാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, മഹാബലിപുരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു രാജാവിലേക്ക് നമുക്ക് വരാം. നമ്മൾ പറഞ്ഞല്ലോ മാമല്ലൻ എന്നറിയപ്പെടുന്ന നരസിംഹവർമ്മൻ ഒന്നാമൻ. ഇത് നരസിംഹവർമ്മൻ രണ്ടാമനാണ് കേട്ടോ. നരസിംഹവർമ്മൻ രണ്ടാമൻ ആളുടെ കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യം കാണിച്ച കടൽ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന, അതുകൊണ്ട് തന്നെ ഷോർ ടെമ്പിൾ എന്നറിയപ്പെടുന്നു. ഇതാ ഈ ഒരു മോണുമെന്റ് പണിയിപ്പിച്ചിട്ടുള്ളത് കടൽ തീരത്തിനോട് ചേർന്ന്, ബേ ഓഫ് ബംഗാളിനോട് ചേർന്ന് ഷോർ ടെമ്പിൾ പണി കഴിപ്പിച്ചത് ആരാണ്? നരസിംഹവർമ്മൻ രണ്ടാമൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഷോർ ടെമ്പിൾ എവിടെയാണ്? പല്ലവന്മാരുടെ കീഴിൽ മഹാബലിപുരത്ത്, കോറമാണ്ടൽ കോസ്റ്റ്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ നരസിംഹവർമ്മൻ രണ്ടാമന്റെ കാലഘട്ടത്തിൽ ഒരു മോണുമെന്റ് നമ്മൾ കണ്ടു. നമുക്ക് ആരെ പറ്റി പഠിക്കാതെ മഹാബലിപുരത്തിനെ പറ്റി പഠിക്കാൻ പറ്റില്ല, നരസിംഹവർമ്മൻ ഒന്നാമനെ പറ്റി പഠിക്കാതെ പറ്റില്ല. ആളെപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നരസിംഹവർമ്മൻ ഒന്നാമൻ 7-ാം നൂറ്റാണ്ടുകാരനാണെന്ന് പറഞ്ഞു. 630 മുതൽ 668 വരെ ഏകദേശം 38 വർഷം അദ്ദേഹം ഭരിച്ചു. 38 വർഷം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ആ ഒരു സൈറ്റിനെ പറ്റി വളരെ ബ്രീഫ്ലി, എവിടെയാണ് ലൊക്കേഷൻ, ആര് പണിതു എന്ന് മാത്രമല്ല പറയുന്നത്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും വീഡിയോ വരുന്നത്. ഓക്കെ, നോട്ട് ചെയ്യുക. ഇദ്ദേഹത്തിന്റെ പിതാവാണ് മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ. അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞ ഈ 3 പേരുണ്ടല്ലോ, ഇവരെ പറ്റിയാണ് 10-ൽ 9 ചോദ്യങ്ങളും ഇവരെ പറ്റി, പല്ലവന്മാരെ പറ്റി വരാറുള്ളത്. മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ, അടുത്ത തലമുറ നരസിംഹവർമ്മൻ ഒന്നാമൻ, പിന്നീട് വന്ന നരസിംഹവർമ്മൻ രണ്ടാമൻ. ഈ ആളുടെ അച്ഛനൊരു പ്രത്യേകതയുണ്ട്, ലവ് ഫോർ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. ക്ലിയർ ആണോ? അങ്ങനെ മഹേന്ദ്രവർമ്മൻ ഒന്നാമന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ പണി മകനാണ് അവിടെ പൂർത്തീകരിക്കുന്നത്. നമ്മളൊരു ഗുപ്തരാജാവിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. സംസ്കൃത ലിറ്ററേച്ചറിനെ പ്രൊമോട്ട് ചെയ്ത, ലവ് ഫോർ ആർട്ട്, കവിരാജ എന്നറിയപ്പെട്ടിരുന്ന രാജാവ്, ദ കിങ് ഹു പ്ലേഡ് വീണ വായിച്ച രാജാവ്. ആരാണ് അദ്ദേഹം എന്ന് അറിയാവുന്ന ഒരു കമന്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും നമുക്ക് കമ്പയർ ചെയ്യാം.
ഈ നരസിംഹവർമ്മന്റെ കാലഘട്ടത്തിലേക്ക് വരിക, നമ്മൾ നേരത്തെ പറഞ്ഞ പഞ്ചരഥങ്ങൾ, എന്താ അതിന്റെ പ്രത്യേകത? ഇറ്റ് വാസ് എ മോണോലിത്തിക് റോക്ക് കട്ട് ടെമ്പിൾ. ഒരൊറ്റ കല്ലിൽ പണി കഴിപ്പിച്ച മോണുമെന്റ് ആണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് പണി കഴിപ്പിക്കുന്നത്. ഓക്കെ, ഇതാ ഇദ്ദേഹമാണ് അദ്ദേഹം. ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചെന്ന മാപ്പോടെ പോയി, മാപ്പ് കാണിച്ചെന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് പല്ലവന്മാരുടെ അതിർത്തി കാണാൻ സാധിക്കുന്നുണ്ടാവും. പല്ലവന്മാരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിരന്തരമായിട്ട് പ്രശ്നം നടന്നിരുന്നത് കർണാടക ഭാഗത്തെ ചാലൂക്യന്മാരായിട്ടാണ്. ചാലൂക്യന്മാരുടെ ക്യാപിറ്റലായിരുന്നു വാതാബി അല്ലെങ്കിൽ ബാദാമി. ഈ ചാലൂക്യന്മാരുടെ മോണുമെന്റ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണോ? ആണെങ്കിൽ അതും കമന്റ് ആയിട്ട് പറയുക. നമ്മൾ അടുത്ത ഈ സീരീസിന്റെ ഭാഗത്ത് അടുത്ത പാർട്ടിൽ അവരുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ഞാനത് പഠിപ്പിച്ചു തരാം കേട്ടോ. അപ്പോ ചാലൂക്യന്മാര് കാഞ്ചീപുരം പിടിക്കാൻ നോക്കും, പല്ലവന്മാര് ബാദാമി പിടിച്ചെടുക്കാൻ നോക്കും. ക്ലിയർ ആണല്ലോ. നമുക്ക് വീണ്ടും തിരിച്ചു വരാം, നരസിംഹവർമ്മൻ ഒന്നാമന്റെ കാലഘട്ടത്തിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധം, ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു യുദ്ധം, അത് ബാറ്റിൽ ഓഫ് വാതാബിയാണ്. വാതാബിയിലെ യുദ്ധം. വാതാബിയിൽ പോയി യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? അദ്ദേഹം ജയിച്ചു എന്നായിരിക്കും. ആളുടെ ഡാഡി ഉണ്ടല്ലോ, മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ, മൂപ്പ ഇവരോടൊന്നും തോറ്റിട്ടുണ്ടേ. അതിന്റെ ഒരു റിവെഞ്ച് കൂടിയായിരുന്നു. അപ്പൊ അതിമനോഹരമായിട്ടൊരു കഥയാണ്. അങ്ങനെ ചാലൂക്യ രാജാവായിരുന്ന, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ചാലൂക്യ രാജാവായിരുന്ന പുലകേശിൻ രണ്ടാമനെ തോൽപ്പിച്ച വ്യക്തി. വർഷം 642. സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാലൂക്യന്മാരെ പറ്റി പഠിക്കുന്നില്ലേ? അതിൽ പുലകേശിൻ രണ്ടാമനെ പറ്റി പഠിക്കുന്നില്ലേ? ആ പുലകേശിൻ രണ്ടാമൻ ഏകദേശം ഇല്ലാതെയായി പോയൊരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് വാതാബി. അങ്ങനെ വാതാബി കീഴ്പ്പെടുത്തി അദ്ദേഹം ഒരു ടൈറ്റിൽ സ്വീകരിക്കുന്നു, വാതാബിയെ കീഴ്പ്പെടുത്തിയവൻ. അടുത്ത പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ആരാണ് വാതാബി കൊണ്ടാൻ എന്നുള്ള പേര് സ്വീകരിച്ചത്? നമുക്ക് ഈ കൊണ്ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴ്പ്പെടുത്തിയ വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളോട് യൂഷ്വലി ചോദിച്ചിട്ടുള്ള കുറച്ച് കൊണ്ടാന്മാരുണ്ട്. ഒന്ന്, ആരാണ് വാതാബി കൊണ്ടാൻ. രണ്ട്, ആരാണ് നോർത്തിൽ പോയി ഗംഗാ ഭാഗം വരെ കീഴ്പ്പെടുത്തിയത്? ഗംഗൈ കൊണ്ടാൻ. അതായത് ഒന്നുമില്ല, ആ ഭാഗത്തുള്ള പാല പോലുള്ള ഒരു ഡൈനാസ്റ്റിയിലെ ഒരു രാജാവിനെ തോൽപ്പിച്ചു, ഗംഗൈ കൊണ്ടാൻ എന്നുള്ള പേര് സ്വീകരിച്ചു. മറ്റൊരു രാജവംശത്തിലെ തമിഴ് രാജാവാണ്. അപ്പോൾ അറിയാലോ, ഉത്തരം പറയണം. ആരാണ് കാദാരം കൊണ്ടാൻ? ഇതൊക്കെ ഇന്ത്യക്ക് അകത്താണ്. കാദാരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മലേഷ്യയിലെ ഖേദ എന്ന് പറയുന്ന സ്ഥലം. കപ്പലുണ്ടാക്കി അവിടെ പോയി ആ പ്രദേശം കീഴ്പ്പെടുത്തിയ വ്യക്തിയാണ് കാദാരം കൊണ്ടാൻ. ഈ മൂന്നുമാണ് സ്ഥിരം ചോദിക്കാറ്. വേറെയും കൊണ്ടാന്മാരുണ്ട് കേട്ടോ. ഈ 3 പേര് ഓർത്തിരിക്കുക. ഓക്കെ, ഈ നരസിംഹവർമ്മൻ ഒന്നാമന്റെ മറ്റൊരു പേരാണ് നമ്മൾ പറഞ്ഞ മാമല്ലൻ. അദ്ദേഹത്തിന്റെ പേരിലാണ് മഹാബലിപുരം മാമല്ലപുരം ആകുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയും പ്രകീർത്തി കേട്ട ഒരു രാജാവാണ്. വർഷം 640 ബാറ്റിൽ ഓഫ് വാതാബിക്ക് കുറച്ച് 1-2 വർഷങ്ങൾക്ക് മുന്നേ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ചൈനീസ് ബുദ്ധ സന്യാസിയായിട്ടുള്ള, മറ്റൊരു PYQ ആണേ, ചൈനീസ് ബുദ്ധ സന്യാസിയായിട്ടുള്ള ഹുവാൻസാങ് കാഞ്ചീപുരത്തേക്ക് വരുന്നത്. ഹുവാൻസാങ് കാഞ്ചീപുരം സന്ദർശിച്ചപ്പോൾ ആരായിരുന്നു മഹാരാജാവ്? നരസിംഹവർമ്മൻ ഒന്നാമൻ. അപ്പോൾ മനസ്സിലാക്കുക, ഇതേ ഹുവാൻസാങ് നോർത്ത് ഇന്ത്യയിലൂടെ സഞ്ചരിച്ചു, നോർത്ത് ഇന്ത്യ സന്ദർശിച്ചു. അന്ന് നോർത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് പുഷ്യഭൂതി ഡൈനാസ്റ്റിയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ എന്താണ് പറയാൻ വേണ്ടി പോകുന്നതെന്ന് അറിയാം. പുഷ്യഭൂതി ഡൈനാസ്റ്റിയിലെ ഏത് രാജാവാണ്? ഇത്രയും ഹോംവർക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഹർഷൻ അല്ലെങ്കിൽ ഹർഷവർദ്ധനൻ. ഈ പുഷ്യഭൂതിയുടെ മറ്റൊരു പേരാണ് വർദ്ധന ഡൈനാസ്റ്റി. അപ്പോൾ ആ ഹർഷൻ അല്ലെങ്കിൽ ഹർഷവർദ്ധനൻ എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടത്തിൽ നോർത്ത് ഇന്ത്യയും, നരസിംഹവർമ്മൻ ഒന്നാമന്റെ കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യയും കാഞ്ചീപുരവും സന്ദർശിച്ച വ്യക്തിയാണ് ഹുവാൻസാങ് എന്ന് പറയുന്ന ചൈനീസ് ബുദ്ധ സന്യാസി. ക്ലിയർ ആണല്ലോ? മഹാബലിപുരത്തിനെ പറ്റി ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ കൾച്ചറൽ സൈറ്റുകളുണ്ട്. കൂടുതലും നമ്മൾ പഠിച്ചത് കൾച്ചറൽ സൈറ്റുകളാണ്. നാച്ചുറൽ സൈറ്റുകളുണ്ട്. ഇതേപോലെ 2 വാല്യൂ ഉള്ള ഒരു മിക്സഡ് സൈറ്റ്, ഇന്ത്യയിൽ ഒരേ ഒരു മിക്സഡ് സൈറ്റേ ഉള്ളൂ. അത് ഏതാണെന്നും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പതുക്കെ നമുക്കത് പഠിക്കാം. അപ്പോൾ കൾച്ചറൽ സൈറ്റുകളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. നമ്മൾ 83 മുതൽ 85 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത് കൾച്ചറൽ സൈറ്റുകളാണ്. നമുക്ക് ആദ്യത്തെ നാച്ചുറൽ സൈറ്റിലേക്ക് വരാം. പ്രകൃതി ഭംഗിയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതാണത്? അസാമിലെ
കാസിരംഗ നാഷണൽ പാർക്ക്. അസാമിലെ കാസിരംഗ നാഷണൽ പാർക്ക്. വർഷം 1985. ഇന്ത്യയിലെ ഒരു നാച്ചുറൽ സൈറ്റ് ഈ ലിസ്റ്റിലേക്ക് വരുന്നു, അസാമിലെ കാസിരംഗ നാഷണൽ പാർക്ക്. അപ്പോൾ ഇതാണ് സുഹൃത്തെ അസാമിന്റെ മാപ്പ്. ആവശ്യമായിട്ടുള്ള മാപ്പുകളൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അസാം നമുക്കറിയാം ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ സ്ഥലങ്ങളിലൊന്നാണ്. ഈ അടുത്താണ് അസാമിലെ ഇലക്ഷൻ കഴിഞ്ഞത്, അസാമിന് മുഖ്യമന്ത്രി വന്നത്. അസാമിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് പറയുക. അസാമിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് കമന്റായിട്ട് പറയുക. അസാമിലെ പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അല്ലെങ്കിൽ നാഷണൽ പാർക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ പറയുന്ന ഏതാണ്? നമ്മൾ പറയുന്ന ഈ കാസിരംഗ നാഷണൽ പാർക്കാണ്. അപ്പോൾ അസാമിന്റെ ലൈഫ് ലൈൻ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്, നമുക്കറിയാം. ഇങ്ങനെ ചൈനയിൽ തുടങ്ങി യാർലങ് സാങ്പോ എന്നുള്ള പേരിൽ ഒഴുകി നോർത്ത് ഈസ്റ്റിലെത്തി സഡൻ ആയിട്ട് ഒരു യൂ ടേൺ എടുത്ത് ഇങ്ങനെ ഒഴുകി പിന്നെ ഗംഗയുമായിട്ട് ചേർന്ന് ബംഗ്ലാദേശിലേക്ക് പോകുന്നു. അതായത് ബ്രഹ്മപുത്രയുടെ തീരത്താണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ. പർട്ടിക്കുലർലി നമുക്ക് കാസിരംഗ കാണാനായിട്ട് സാധിക്കുന്നത്. ഓരോ വർഷവും നിങ്ങൾ വായിക്കാറുണ്ട്, എപ്പോഴൊക്കെ ബ്രഹ്മപുത്ര കര കവിഞ്ഞൊഴുകുന്നുണ്ടോ, എപ്പോഴൊക്കെ അത് ഫ്ലഡ് ചെയ്യുന്നുണ്ടോ, അപ്പോഴൊക്കെ ഈ നാഷണൽ പാർക്കിൽ വെള്ളം കയറും. ഈ ജീവികൾ അവിടുത്തെ യുണീക്കായിട്ടുള്ള മൃഗമാണ്. യുണീക്കായിട്ടുള്ള മൃഗം പാവം. ഈ ഒരു കൊമ്പിന് വേണ്ടിയിട്ടാണ് അതിന് ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത്. ആ കൊമ്പിന് പല പല പ്രോപ്പർട്ടീസ് പറഞ്ഞുകൊണ്ട് വിവരക്കേടാണ് അതിനെ വേട്ടയാടുന്നുണ്ട്. അസാമിൽ ഈ ഇൻസർജൻസി ഒക്കെ നടക്കുന്നത് നമുക്കറിയാലോ. ബോഡോ പോലത്തെ മിലീഷ്യകൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അവർ ഇതിന് ഒരുപാട് കൊന്നൊടുക്കിയിട്ടുണ്ട്. ഒന്ന്, ഇത് കയ്യിൽ വെക്കുന്നത് ഭയങ്കര പവറിന്റെ സിമ്പിളാണ്. ആനക്കൊമ്പൊക്കെ വീട്ടിൽ വെക്കുന്ന പോലെ ഇതും കയ്യിൽ വെക്കാം. രണ്ട്, ഇതിന് മെഡിസിനൽ വാല്യൂ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ കുറെ വിവരം കേട്ട ആളുകൾ ഇതിന് ആഫ്രോഡിസിയാക് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടും ഈ പാവങ്ങളെ തട്ടുന്നുണ്ട്. ആനയെ കൊല്ലുന്നത് 2 കൊമ്പിന് വേണ്ടിയിട്ട്, ഈ പാവങ്ങളെ കൊല്ലുന്നത് 1 കൊമ്പിന് വേണ്ടിയിട്ടാണ്. ക്ലിയർ? കാസിരംഗയിലേക്ക് നമുക്ക് വരാം. കാസിരംഗ മനസ്സിലാക്കുക. കാസിരംഗ 1908 ഒരു റിസർവ് ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ട് കേട്ടോ. അതായത് കേഴ്സൺ പ്രഭുവിനെ നിങ്ങൾക്കറിയാം. 1905 വരെ പിന്നെ ബംഗാളിന്റെ വൈസ്രോയി ആയിട്ട്, ഗവർണർ ജനറൽ ആയിട്ടെന്ന വ്യക്തിയാണ് വൈസ്രോയി നമുക്കറിയാം. അപ്പൊ ഈ കേഴ്സൺ പ്രഭു ബംഗാൾ പാർട്ടീഷൻ നടത്തിയ വർഷം 905, അങ്ങനെ ഓർത്താൽ മതി. ആ 905 അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൂടെ ഈ സ്ഥലം സന്ദർശിക്കുന്നു, ലേഡി കേഴ്സൺ. അപ്പൊ അവർക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. അവിടുത്തെ കുറെ ജീവികളൊക്കെ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്, അവിടുത്തെ ഫോറസ്റ്റ് ഒന്നും പ്രോപ്പറായിട്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ ലേഡി കേഴ്സന്റെ റിക്വസ്റ്റ് പ്രകാരം കേഴ്സൺ പ്രഭുവാണ് 905 ഇതിനെ പ്രപ്പോസ് ചെയ്യുന്നത്. പിന്നെ കേഴ്സൺ പോയിട്ട് അടുത്ത ആൾ വന്നു. ഈ കേഴ്സന്റെ കാലഘട്ടത്തിന് ശേഷം നമ്മൾ മിൻഡോനെ പറ്റി പഠിക്കും, ഹാർഡിഞ്ചിനെ പറ്റി പഠിക്കും, അതൊക്കെ മോഡേൺ ഇന്ത്യ ആണേ. അപ്പോൾ അതിനുശേഷം കേഴ്സൺ പ്രപ്പോസ് ചെയ്തു, 905 കേഴ്സൺ പോയി, 908 ഇത് റിസർവ് ഫോറസ്റ്റ് ആക്കി പ്രഖ്യാപിച്ചു. എന്താ അതിന്റെ പ്രത്യേകത? ടു പ്രൊട്ടക്ട് ഇന്ത്യൻ റൈനോസറസ്, എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഇന്ത്യൻ റൈനോസറസിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യ റിപ്പബ്ലിക്കായി, ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയി. പിന്നീട് ഇതൊരു നാഷണൽ പാർക്കായി. പലർക്കും ഈ നാഷണൽ പാർക്കിന്റെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ വ്യത്യാസം അറിയില്ല. രണ്ടും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. പക്ഷേ അതിനകത്ത് എത്രത്തോളം മനുഷ്യന്മാരുടെ ആക്ടിവിറ്റീസ് പെർമിറ്റഡ് ആണ്, എത്രത്തോളം ഡിഗ്രി ഓഫ് പ്രൊട്ടക്ഷൻ കൂടുതലാണ്, അതാണ് ഫണ്ടമെന്റൽ വ്യത്യാസം. വൈൽഡ് ലൈഫ് സാങ്ച്വറിയേക്കാളും ഒരുപാട് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസിന് യാതൊരു സ്കോപ്പും ഇല്ലാത്തതാണ് നാഷണൽ പാർക്ക്. എന്താണ് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയി, നാഷണൽ പാർക്കായി, പിന്നീട് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയി. ടൈഗർ പോപ്പുലേഷൻ കൂടുതലുള്ളതുകൊണ്ട് അതൊരു ടൈഗർ റിസർവ് ആയി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എന്താണ് ഇതിന്റെ ഒരു ഭംഗി, എന്തുകൊണ്ടാണ് ഇതൊരു നാച്ചുറൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആവാനുള്ള കാരണം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. കാസിരംഗയെ പറ്റി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഏത് നാഷണൽ പാർക്കാണ് ഫേമസ് ഫോർ ഇറ്റ്സ് ബിഗ് 5? ബിഗ് 5നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവിടുത്തെ ഏറ്റവും യൂണീക്ക് ആയിട്ടുള്ള, അവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട് എൻഡേഞ്ചർ ആയിട്ടുള്ള, അതിൽ ഏറ്റവും യൂണീക്ക് ആയിട്ടുള്ള അവിടുത്തെ ബിഗ് 5, ആ പ്രധാനപ്പെട്ട 5 പേര്. ഒന്ന്, റൈനോസറസ്, നമ്മൾ പറഞ്ഞു. ടൈഗർ റിസർവ് ആണ് ടൈഗർ. അസാമിലെ എലിഫന്റ് പോപ്പുലേഷൻ വളരെ കൂടുതലാണ് നമുക്കറിയാം. എലിഫന്റ്, ഏഷ്യാറ്റിക് വൈൽഡ് ബഫല്ലോ, പിന്നെ ഈസ്റ്റേൺ സ്വാം ഡിയർ. ഈസ്റ്റേൺ സ്വാം ഡിയർ. ഈ ഈസ്റ്റേൺ സ്വാം ഡിയറിന്റെ റീജിയണൽ പേര്, ലോക്കൽ പേരാണ് ബാരാസിംഹ. ക്ലിയർ? ഈ ബാരാസിംഹ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആനിമലാണ്. അത് ഏത് സ്റ്റേറ്റ് ആണെന്ന് പറയണേ. ബാരാസിംഹ ഏത് സ്റ്റേറ്റ് ആനിമലാണ്? അപ്പോൾ ഞാൻ ഹോംവർക്ക് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കമൻ്റായിട്ട് പറയുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നില്ലേ, ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടൂ. ഒരു എക്സ്ട്രാ വായനയ്ക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങളിത് കണ്ടിട്ട് നോട്ട് പോലും വായിക്കാണ്ട് പോകും. അപ്പോൾ ഒരു എക്സ്ട്രാ എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരട്ടെ. ഓക്കെ, എന്താണ് കാസിരംഗയുടെ പ്രത്യേകത? ഇറ്റ് ഹോസ്റ്റ് 2/3 ഓഫ് ദ വേൾഡ്സ് ഇന്ത്യൻ റൈനോസറസ്. എന്താ പ്രത്യേകത എന്ന് മനസ്സിലായോ?
ലോകത്ത് ആകെയുള്ള റൈനോസറസ്, അത് പല പല കാറ്റഗറിയിൽ പെടുന്നവരുണ്ട്. അതിൽ ഇന്ത്യൻ റൈനോസറസ് അതിൻ്റെ 2/3 എവിടെയാണ്? കാസിരംഗയിലാണ്. അപ്പോൾ കാസിരംഗ ഇല്ലാതെയായി കഴിഞ്ഞാൽ ഇവരുടെ പോപ്പുലേഷൻ ഇല്ലാതെയാകുമെന്നാണ് സാരം. അടുത്ത് വായിച്ചേ. നിയർലി ദ എൻറ്റയർ പോപ്പുലേഷൻ ഓഫ് ഈസ്റ്റേൺ സ്വാം ഡിയർ ഈസ് ഫൗണ്ട് ഹിയർ. എൻറ്റയർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, നിയർലി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇന്ത്യയിലെ പല പല ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും, പല പല സംസ്ഥാനങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ ഒരു സംസ്ഥാനത്തിന് സ്റ്റേറ്റ് ആനിമലായത്. എന്നാൽ ഇതിൽ മജോറിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്, വാരാസംഖ്യയുടെ മജോറിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത് കാസിരംഗയിലാണ്. ക്ലിയർ? അടുത്തൊരു ചോദ്യം, ഏത് നദിയുടെ തീരത്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ബ്രഹ്മപുത്രയുടെ തീരത്താണ്. എന്തിന്റെ തീരത്താണ്? ബ്രഹ്മപുത്രയുടെ തീരത്താണ്. അപ്പം നമ്മൾ പല്ലവാസിനെ പറ്റി പഠിച്ചു, നമ്മൾ കാസിരംഗയെ പറ്റി പഠിച്ചു. ഇനി ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. വർഷം 2025 വന്ന ഒരു വാർത്തയാണ്. നമ്മൾ അസാമിലെ നാഷണൽ പാർക്കുകളെ ഇവിടെ തന്നിട്ടുണ്ട്, 7 ഉണ്ട്. ഇത് ജോഗ്രഫിയിൽ നമ്മളോട് ചോദിക്കാം കേട്ടോ, മാത്സ് ഫോളോയിങ്ങിൽ ചോദിക്കാം. ഒരു സൈഡിൽ നാഷണൽ പാർക്ക്, ഒരു സൈഡിൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ സിംപ്ലി ഒരു നാഷണൽ പാർക്ക് വന്നിട്ട് അതിന്റെ ഫീച്ചർ വന്നിട്ട് അത് എവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കാം. ഇപ്പം നമ്മൾ പഠിച്ചതാണ് എന്ത്? കാസിരംഗ. ഇനി നമ്മൾ എന്താ പഠിക്കേണ്ടത്? ദ ഡാഷ് റിസർവ് ഫോറസ്റ്റ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ റൈമോണ ആൻഡ് മനസ് നാഷണൽ പാർക്ക്. ഇവിടെ നമുക്ക് ഇതാ മനസ്സിനെ കാണാൻ സാധിക്കും, ഇവിടെ നമുക്ക് റൈമോണയെ കാണാൻ സാധിക്കും. ഇതിനിടയിലുള്ള ഒരു റിസർവ് ഫോറസ്റ്റ്, അത് അസാമിൻ്റെ 8ാമത്തെ നാഷണൽ പാർക്കായി. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ 8 നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ അച്ചീവ്മെൻ്റ് അല്ല കേട്ടോ. അതൊരു ചെറിയ അച്ചീവ്മെൻ്റ് അല്ല. ചെറിയ അച്ചീവ്മെൻ്റ് ആണോ എന്ന് പറയണമെങ്കിൽ കേരളത്തിൽ എത്ര നാഷണൽ പാർക്ക് ഉണ്ടെന്ന് നോക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുള്ള സംസ്ഥാനം ഏതാണെന്നുള്ളത് നിങ്ങൾ നോക്കണം. എൻ്റെ ഉദ്ദേശം വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് പഠിപ്പിക്കലാണ്, അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ നോക്കണം. അപ്പോൾ ഇത് നോക്കിയിട്ട് ഉത്തരം പറയുക. 8ാമത്തെ അസാമിലെ നാഷണൽ പാർക്ക് ഏതാണ്? ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതേ ആസാമിലെ മറ്റൊരു നാഷണൽ പാർക്ക് നോക്കൂ. നമ്മളിപ്പോൾ കാസിരംഗയെ പറ്റി പറഞ്ഞില്ലേ, ഇതുപോലെ ഒറാങ് ഉണ്ട്, മനസ്സുണ്ട്. അസാമിന് ഭൂട്ടാനുമായിട്ട് ബൗണ്ടറി ഉണ്ട്. ഈ ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു നാഷണൽ പാർക്കാണ് മനസ് നാഷണൽ പാർക്ക്. അപ്പോൾ മനസ്സിലാക്കണം, റോയൽ മനസ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ് ഭൂട്ടാനിൽ ഇതുണ്ട്. ഇപ്പം നമ്മൾ ഗാൻജറ്റിക് ഡെൽറ്റയെ പറ്റി പറയുമ്പോഴത്തേക്കും ബംഗ്ലാദേശുമായിട്ടും ഉണ്ട്, ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാളിലും ഉണ്ട്. അപ്പോൾ സുന്ദർബൻസ് നമ്മുടെ ബംഗാളിലും ഉണ്ട്, സുന്ദർബൻസ് വെസ്റ്റ് ബംഗാളിലും ഉണ്ട്. ഇതുപോലെ മനസ് എന്ന് പറയുന്ന ഇന്ത്യയിലാണ്, ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. റോയൽ മനസ് എന്ന് പറയുന്നത് ഭൂട്ടാനിലാണ്. 985 വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മറ്റൊരു സൈറ്റാണ് മനസ് നാഷണൽ പാർക്ക്. അതും എവിടെയാണ്? അസാമിലാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൃഗം എന്താണ്? 1 ഹോൺഡ് റൈനോസറസ് ആണ്. ക്ലിയർ? 1 ഹോൺഡ് റൈനോസറസ്. എങ്ങനെയാണ് മനസ് നാഷണൽ പാർക്കിന് മനസ് എന്നുള്ള പേര് വരുന്നത്? കാരണം അത് മനസ് നദിയുടെ തീരത്താണ്. അസാമാണ്. നമ്മളല്ലേ ബ്രഹ്മപുത്രയുടെ തീരത്ത് എന്ന് പറഞ്ഞേ? അതെ, ബ്രഹ്മപുത്രയുടെ ഒരു പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറി പോഷക നദിയാണ് മനസ് എന്ന് പറയുന്നത്. എന്താ മനസ്സിന്റെ പ്രാധാന്യം? നമ്മൾ കാസിരംഗയെ പറ്റി പറഞ്ഞ പോലെ തന്നെ നാഷണൽ പാർക്കാണ്, ടൈഗർ റിസർവ് ആണ്, എലിഫന്റ് റിസർവ് ആണ്, ബയോസ്ഫിയർ റിസർവ് ആണ്. പ്രാധാന്യം മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ ദാ നോർത്ത് ഈസ്റ്റിന്റെ മാപ്പ് നോക്കൂ. കഴിഞ്ഞ തവണ SSC CGL-ലാണോ CHS-ൽ ഞാൻ മറന്നു, ഭൂട്ടാനുമായിട്ട് അതിർത്തി ഇല്ലാത്ത ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ ചോദിച്ചു. ഉത്തരം എന്തായിരുന്നു? മേഘാലയ ആയിരുന്നു. നമുക്കറിയാം സിക്കിമിനുണ്ട്, നമുക്കറിയാം അസാമിനുണ്ട്, നമുക്കറിയാം വെസ്റ്റ് ബംഗാളിനുണ്ട്, സിലിഗുരി കോറിഡോർ വഴി, നമുക്കറിയാം അരുണാചലിനുണ്ട്. ആർക്കില്ല? മേഘാലയക്കില്ല. അപ്പോൾ നോർത്ത് ഈസ്റ്റിലെ അരുണാചലിനും അസാമിനും മാത്രമാണുള്ളത്. ഉത്തരം മേഘാലയ ആയിരുന്നു. നോർത്ത് ഈസ്റ്റ് മാപ്പ് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. പറ്റുന്നത്ര ഇൻഫർമേഷൻ ഞാൻ തരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് മനസ്സിനെ കാണാനായിട്ട് സാധിക്കുന്നത്. മനസ് അതുകൊണ്ട് തന്നെ ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്നു. ഭൂട്ടാനിലെ റോയൽ മനസ് നാഷണൽ പാർക്കുമായിട്ട് അതിർത്തി പങ്കിടുന്നു. ഇവിടെ ഒരുപാട് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഉണ്ട്. എണ്ണം കുറയാനുള്ള സാധ്യത കൂടുമ്പോൾ, അറ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ, ത്രെറ്റ് ചെയ്യപ്പെടുമ്പോൾ അങ്ങനെയുള്ള മൃഗങ്ങളെ നമ്മൾ പല പല കാറ്റഗറിയിൽ പെടുത്തും. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ഇൻ വൈൽഡ്, കുറച്ചുകൂടെ ഡിഗ്രി കുറഞ്ഞു കഴിഞ്ഞാൽ എൻഡേഞ്ചേർഡ്, കുറച്ചുകൂടെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ വൾണറബിൾ, അങ്ങനെ, അല്ലെങ്കിൽ എന്താ പറയുക, ത്രെറ്റ് ഇല്ലാത്തത് മുതൽ ഇന്ന് നമ്മളിൽ നിന്ന് പതുക്കെ പതുക്കെ ഇല്ലാതെയായിട്ടുള്ള മൃഗങ്ങൾ വരെ. അതിനെ ഒരു ഓർഡറിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട്. അവർക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷനും മറ്റും അനുസരിച്ച്. ആ ലിസ്റ്റ് റിലീസ് ചെയ്യുന്നത് IUCN എന്ന് പറയുന്ന ഏജൻസിയാണ്. IUCN, യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ. അപ്പോൾ IUCN-ലെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ലിസ്റ്റിൽപ്പെട്ട ഒരുപാട് മൃഗങ്ങൾ ഇവിടെയുണ്ട്.
ഇതുപോലെ ഇന്ത്യക്കകത്ത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒന്നാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ 1970-കളിലാണ് നിയമം പാസ്സാകുന്നത്. അതിലുണ്ട് കേട്ടോ പല പല ഷെഡ്യൂളുകളുണ്ട്. ആ ഷെഡ്യൂളിനനുസരിച്ച് പ്രൊട്ടക്ഷൻ വേരി ചെയ്യും. ഇവിടെയുള്ള അങ്ങനത്തെ എൻഡേഞ്ചേർഡ് മൃഗങ്ങളാണ് ഇന്ത്യൻ റൈനോസറസ്, ഏഷ്യൻ എലിഫന്റ്, വൈൽഡ് വാട്ടർ ബഫലോ. അപ്പോൾ ഇത്രയും കോമൺ ആണ്. ടൈഗർ പോപ്പുലേഷൻ കൂടുതലാണ്. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാകും സ്ലോത്ത് ബിയർ, പിഗ്മി ഹോഗ്, ബംഗാൾ ഫ്ലോറിക്കൺ. ഈ ബംഗാൾ ഫ്ലോറിക്കണൊക്കെ കാണാൻ വലിയ പാടാണ് കേട്ടോ. ഓക്കെ, ഇവിടെ അറ്റാക്ക് ഭയങ്കര കൂടുതലായിരുന്നു. ഞാൻ ഈ പറഞ്ഞ ബോഡോ മിലീഷ്യ പോലുള്ള ഗ്രൂപ്പുകളുടെ അറ്റാക്ക് ഭയങ്കര കൂടുതലായിരുന്നു. ഒരുപാട് മൃഗങ്ങളെ അവർ ഈ പറഞ്ഞ പോലെ വേട്ടയാടിയിട്ടുണ്ട്, അതിനെ വിറ്റിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു നാഷണൽ പാർക്ക് വല്ലാതെ ത്രെട്ടൻ ചെയ്യപ്പെട്ടപ്പോൾ യുനെസ്കോ അവരുടെ ഒരു ലിസ്റ്റിലേക്ക് ഇവരെ ആഡ് ചെയ്തു. ആ ലിസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. യുനെസ്കോ ലിസ്റ്റ് ഓഫ് വേൾഡ് ഹെറിറ്റേജ് ഇൻ ഡേഞ്ചർ. ഡേഞ്ചറിലായിട്ടുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഇപ്പോൾ സിറിയ എന്ന് പറയുന്ന നാട് നമുക്കറിയാം. സിറിയയിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് നഗരങ്ങൾ നമുക്കറിയാം. സിറിയയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സിവിൽ വാർ നടക്കുകയാണ്. ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. സ്വാഭാവികമായിട്ടും ആളുകൾ കൊല്ലപ്പെടുന്ന സമയത്ത് ചരിത്ര പ്രാധാന്യമുള്ള മോണുമെന്റ്സിന് പ്രാധാന്യം ഉണ്ടാവില്ല, അതും നശിപ്പിക്കപ്പെടും. സോ ഇന്നിങ്ങനെ ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്ന ആഫ്രിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും മറ്റും പല പല സ്ഥലങ്ങളിലുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത്. ഇന്ത്യയിൽ നിന്നും ഈ ലിസ്റ്റിലേക്ക് വന്ന 1992 വന്ന് 2011 വരെ ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന, പിന്നീട് അവരുടെ കൺസർവേഷൻ എഫേർട്ട് കാരണം ആ ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു സൈറ്റ്, അത് കാസിരംഗയല്ല, അത് മനസ്സാണ്. അപ്പം എങ്ങനെ ഓർത്താൽ മതി? മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സ്പീഷീസിനെയും റിവൈവ് ചെയ്തെടുക്കാൻ സാധിക്കും. എണ്ണം വല്ലാതെ കുറഞ്ഞ് ഇല്ലാതെ കൊണ്ടുവന്ന ഇന്ത്യൻ റൈനോസറസിനെ പ്രൊജക്ട് റൈനോ പോലുള്ള സാധനം കൊണ്ടുവന്ന് കൺസർവേഷൻ കൊണ്ടുവന്ന് പോച്ചിങ് വേട്ടയാടലിനെതിരെ നിന്ന് അവർ രക്ഷിച്ചെടുത്തത് നമുക്ക് മനസ്സുള്ളത് കൊണ്ടാണ്. ആ മനസ്സ് ഒരിക്കൽ യുനെസ്കോയുടെ എൻഡേഞ്ചേർഡ് ലിസ്റ്റിൽ, വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ഡേഞ്ചറിലുള്ള ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ക്ലിയർ ആണോ? എൻഡേഞ്ചേർഡ് അല്ല കേട്ടോ, സൈറ്റ്സ് ഇൻ ഡേഞ്ചർ. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയ്ക്ക് ഒരുപാട് സമയമൊന്നും എടുക്കൂല. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാച്ചുറൽ സൈറ്റ് പഠിക്കാം. അതാണ് ഇതേ 1985 വന്ന രാജസ്ഥാനിലെ ഒരു നാഷണൽ പാർക്ക്, കിയോലാഡിയോ നാഷണൽ പാർക്ക്. എത്രയോ തവണ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണെന്നറിയോ? കിയോലാഡിയോ നാഷണൽ പാർക്കിന്റെ ലൊക്കേഷൻ. അപ്പോൾ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അല്ലെങ്കിൽ നാഷണൽ പാർക്കുകൾ അവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഭരത്പൂർ എന്ന് കേട്ടിട്ടുണ്ടാകും. ഒരുപാട് മൈഗ്രേറ്ററി സ്പീഷീസ് പക്ഷികൾ വരുന്നത്, അതാണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. സൈബീരിയൻ ക്രെയിനെ പോലുള്ള സാധനങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ്. ഈ ഭരത്പൂറാണ് ഇന്നത്തെ കിയോലാഡിയോ എന്ന് പറയുന്നത്. രാന്തംബോർ ടൈഗർ റിസർവ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡെസേർട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഡെസേർട്ട് നാഷണൽ പാർക്ക് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ജയ്സാൽമേർ ഭാഗത്താണ്. ഇതൊക്കെ രാജസ്ഥാനിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അപ്പോൾ എന്താണ് കിയോലാഡിയോ എന്നും എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നും അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അടുത്തൊരു 4-5 സൈറ്റുകൾ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിലായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് പറയാനുള്ളത്. വരാൻ പോകുന്ന SSC CGL പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, CGL പരീക്ഷ നമുക്കിപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. സോ മോസ്റ്റ്ലി നമുക്കൊരു 2 മാസത്തിലധികം സമയമുണ്ടെന്ന് വിചാരിക്കുന്നു. ജൂൺ അവസാനം ജൂലൈയിലായിരിക്കും പരീക്ഷ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പഠിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങൾ, നല്ലൊരു റിവിഷനാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈലത്തിൻ്റെ CGL പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാച്ചിൽ ജോയിൻ ചെയ്യാം. വീണ്ടും പറയട്ടെ, കയ്യിൽ അത്യാവശ്യം കണ്ടന്റുള്ള ആളാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ് ഉദ്ദേശമെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. പരീക്ഷ കഴിയുന്നത് വരെയായിരിക്കും ഈ ബാച്ചിൻ്റെ വാലിഡിറ്റി. ക്ലാസ് നമ്മൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. 999 രൂപയാണ് നിങ്ങൾക്ക് ഇതിന് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള സൈലത്തിൻ്റെ ഒരു ബാച്ച് കൂടിയാണ് ഈ PYQ ക്രാഷ് ബാച്ച്. നേരെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, SSC കാറ്റഗറി കൊടുക്കാം, ബാച്ച് ചൂസ് ചെയ്യാം, അങ്ങനെ വാങ്ങിക്കാം. അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് അതിലൊരു ക്ലാരിറ്റി വരുത്തിയിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം. സെക്ഷണൽ മോക്കുകൾ കൂടുതൽ എടുക്കുക. സെക്ഷണൽ ടൈമർ ഒരു പക്ഷേ വന്നേക്കാം. കൂടുതൽ സെക്ഷണൽ മോക്കുകൾ എടുത്ത് അടിപൊളിയായിട്ട് പഠിക്കണം. എത്രയും പെട്ടെന്ന് ലിസ്റ്റിലേക്ക് വരണം. എന്നിട്ട് നമുക്ക് നേരിൽ കാണാം കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എപ്പോഴെങ്കിലും കാണാം. മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം.